ॐ जटाधरं पाण्डुरङ्गं शूलहस्तं कृपानिधिं सर्वरोगहरं देवं दत्तात्रेयम् अहं भजेत्. ഗുരുപരമ്പരയ്ക്കും ശ്രീ പി കേശവൻ നമ്പൂതിരിക്കും പ്രണാമം. ശ്രീപാദ ശ്രീവല്ലഭ ചരിതാമൃതാകാരേണ ഗുരുദത്താത്രേയ ശ്രീപാദ ശ്രീവല്ലഭ പരബ്രഹ്മണേ നമഃ. കാണിപാക ഗ്രാമം ചിറ്റൂരിൽ നിന്ന് കുറച്ചു ദൂരെയാണ്. ശ്രീ വരദരാജസ്വാമിയുടെയും ശ്രീ മണികണ്ഠ ഈശ്വരസ്വാമിയുടെയും ശ്രീ വരസിദ്ധി വിനായകൻ്റെയും ക്ഷേത്രങ്ങൾ ആ ഗ്രാമത്തിലാണ്. വരസിദ്ധി വിനായകനെ തൊഴുത് ഞാൻ പുറത്തു വന്നു. നല്ല പൊക്കമുള്ള ഒരു നായ അവിടെ നിന്നിരുന്നു. എനിക്ക് പേടിയായി. ഞാൻ ക്ഷേത്രത്തിലേക്ക് തിരികെ പോയി. കുറച്ചു നേരം ദൈവത്തെ ധ്യാനിച്ചതിന് ശേഷം ഞാൻ വീണ്ടും പുറത്തു വന്നു. ആ നായയുടെ കൂടെ അതേ വലിപ്പമുള്ള ഒരു നായ കൂടി അവിടെ ഉണ്ടായിരുന്നു. ആ നായ്ക്കൾ എന്നെ കടിക്കുമെന്ന് എനിക്ക് തീർച്ചയായിരുന്നു. വീണ്ടും ഞാൻ ക്ഷേത്രത്തിലേക്ക് കയറി. എൻ്റെ പെരുമാറ്റം വിചിത്രമായി തോന്നിയ പൂജാരി ചോദിച്ചു, ശ്രീമാൻ, അങ്ങ് വീണ്ടും വീണ്ടും പുറത്തു പോവുകയും അകത്തു വരികയും ചെയ്യുന്നു. എന്തുകൊണ്ടാണിത്? എൻ്റെ ഭയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. പൂജാരി പറഞ്ഞു, അവ ആവശ്യമില്ലാതെ ആരെയും ഉപദ്രവിക്കുകയില്ല. അവ ഒരു അലക്കുകാരൻ്റെ നായ്ക്കളാണ്. അയാൾ ഒരു ദത്തഭക്തനാണ്. ശ്രീ ദത്തൻ ശ്രീപാദ ശ്രീവല്ലഭൻ എന്ന പേരിൽ അവതരിച്ചിട്ടുണ്ടെന്ന് അയാൾ പ്രഖ്യാപിക്കുന്നു. അലക്കുകാരന് ഈ ക്ഷേത്രത്തിൽ കടക്കുന്നതിന് വിലക്കൊന്നും ഇല്ലെങ്കിലും അയാൾ ഒരിക്കലും ഇവിടെ വന്നിട്ടില്ല. അയാൾ നായ്ക്കളെ പറഞ്ഞയക്കും. ഞാൻ സ്വാമിയുടെ പ്രസാദം ഒരു പൊതിയാക്കി നായ്ക്കൾക്ക് കൊടുക്കും. അവ അത് കൊണ്ടുപോയി യജമാനന് കൊടുക്കും. 2 നായ്ക്കളെ കണ്ടു എന്നാണ് അങ്ങ് പറഞ്ഞത്. 4 നായ്ക്കളും ഒരുമിച്ച് വരുമ്പോൾ മാത്രമേ ഞാൻ പ്രസാദം കൊടുക്കുകയുള്ളൂ. മറ്റു നായ്ക്കൾ വന്നോ എന്ന് നമുക്ക് നോക്കാം. ഞങ്ങൾ പുറത്തു വന്നപ്പോൾ 4 നായ്ക്കൾ ഉണ്ടായിരുന്നു. നായ്ക്കൾ എൻ്റെ ചുറ്റും വന്നു നിന്നു. പൂജാരി പറഞ്ഞു, ആ നായ്ക്കളുടെ ആഗ്രഹം പോലെ അങ്ങ് അലക്കുകാരൻ്റെ അടുത്തേക്ക് പോകൂ. അത് അങ്ങയുടെ നന്മയ്ക്കായി വരും. ശ്രീവല്ലഭൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് എൻ്റെ ജീവിതത്തിലെ സംഭവങ്ങൾ നടക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കി. ജാതിയെയും മതത്തെയും കുറിച്ച് നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതില്ലെന്ന് സുബ്ബയ്യയുടെ വീട്ടിലെ സംഭവങ്ങളിൽ നിന്ന് എനിക്ക് തോന്നി. ഒരു പറയൻ അടുത്ത ജന്മത്തിൽ ഒരു ബ്രാഹ്മണനായും ഒരു ബ്രാഹ്മണൻ അടുത്ത ജന്മത്തിൽ ഒരു പറയനായും ജനിച്ചെന്നു വരാം. ഒരു ജീവി പുണ്യങ്ങളും പാപങ്ങളും സമ്പാദിച്ചു കൂട്ടുകയും ആ ഭാണ്ഡവും പേറി തുടർച്ചയായ ജന്മങ്ങളിലൂടെ വിധിയുടെ തോട്ടിൽ കൂടി ഏന്തി വലിഞ്ഞു നടക്കുകയും ചെയ്യുന്നു എന്ന് ഞാൻ പഠിച്ചു. ശങ്കരഭട്ടും തിരുമലദാസുവും തമ്മിലുള്ള ചർച്ച. പൂജാരി നിർദ്ദേശിച്ചനുസരിച്ച് ഞാൻ അലക്കുകാരൻ്റെ വാസസ്ഥലത്തേക്ക് പോയി. ഈ അലക്കുകാരൻ ഒരു 70കാരനായിരുന്നു. അദ്ദേഹം കുടിലിൽ നിന്ന് പുറത്തു വന്നു. അയാൾ എന്നെ സ്നേഹപൂർവ്വം ഒരു കട്ടിലിൽ ഇരുത്തി. ബ്രാഹ്മണനായി ജനിച്ചതിലുള്ള എൻ്റെ അഭിമാനം അധികവും നശിച്ചിരുന്നു. ശ്രീപാദ ഭക്തന്മാർ അവർ ആരായിരുന്നാലും അവരെല്ലാം എൻ്റെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമായിരുന്നു. തിരുമലദാസു എന്നു പേരുള്ള ആ അലക്കുകാരൻ വരസിദ്ധി വിനായക ക്ഷേത്രത്തിൽ നിന്നുള്ള പ്രസാദം എനിക്ക് തന്നു. അത് ശ്രീപാദ ശ്രീവല്ലഭൻ്റെ പ്രസാദമായി കരുതി ഞാൻ സ്വീകരിച്ചു. ഐനവില്ലി ഗണപതി ശ്രീപാദ ശ്രീവല്ലഭനായി അവതരിക്കുന്നു. തിരുമലദാസു പറഞ്ഞു തുടങ്ങി, ശ്രീമാൻ, ഇന്നൊരു നല്ല ദിവസമാണ്. എനിക്ക് അങ്ങയെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. മാല്യാദ്രിപുരത്തെയും പീഠികാപുരത്തെയും വിശേഷങ്ങൾ അങ്ങയെ അറിയിക്കുവാനായി ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എൻ്റെ കുട്ടി ശങ്കരഭട്ട്, അങ്ങയ്ക്ക് വരസിദ്ധി വിനായകൻ്റെ പ്രസാദം കിട്ടി. അങ്ങ് ഇന്നു മുതൽ ശ്രീപാദ ശ്രീവല്ലഭ ചരിതാമൃതം എഴുതി തുടങ്ങൂ. അങ്ങയ്ക്ക് കുരുവപുരത്തെ ശ്രീപാദ ശ്രീവല്ലഭൻ്റെ ആശീർവാദം ലഭിക്കും. എൻ്റെ മുജ്ജന്മത്തിൽ ഞാൻ വലിയൊരു വേദപണ്ഡിതനായിരുന്നു. ഞാൻ വലിയൊരു പിശുക്കനുമായിരുന്നു. എൻ്റെ മരണസമയത്ത് ഞാൻ കണ്ടത് അപ്പോൾ പിറന്ന ഒരു പശുക്കുട്ടി ഒരു പഴന്തുണി കഷ്ണം ചവയ്ക്കുന്നതാണ്. മരണസമയത്ത് എൻ്റെ നോട്ടം ആ അഴുക്കു പുരണ്ട തുണി കഷ്ണത്തിന്മേൽ കേന്ദ്രീകരിച്ചതുകൊണ്ട് ഞാനൊരു അലക്കുകാരനായി ജനിച്ചു. ഒരാൾ ജീവിതാവസാനത്തിൽ അന്ത്യശ്വാസത്തിൻ്റെ സമയത്ത് മനസ്സ് എന്തിൽ കേന്ദ്രീകരിക്കുന്നുവോ അതനുസരിച്ച് അയാൾക്ക് അടുത്ത ജന്മം ലഭിക്കുന്നു. എൻ്റെ പൂർവ്വപുണ്യം കൊണ്ട് ഞാൻ ഗർത്തപുരി ഗുണ്ടൂർ ജില്ലയിൽ പല്ലേനാട് ഭാഗത്തുള്ള മാല്യാദ്രിപുരത്ത് ജനിച്ചു. കാലക്രമേണ മാല്യാദ്രിപുരം മല്ലാദി ഗ്രാമമായി. ആ ഗ്രാമത്തിൽ മല്ലാദി എന്ന ഗൃഹനാമം ഉള്ള 2 കുടുംബങ്ങൾ ഉണ്ടായിരുന്നു.
ഒന്ന് മല്ലാതി ബാപ്പന്നാവധാനുലുവിൻ്റെ കുടുംബം. അദ്ദേഹം മഹാപണ്ഡിതനായിരുന്നു. അദ്ദേഹം ഹരിദസ ഗോത്രത്തിൽ ഉൾപ്പെടുന്നു. മറ്റേത് മല്ലാതി ശ്രീധര അവധാനുലു. അദ്ദേഹവും മഹാപണ്ഡിതനായിരുന്നു. അദ്ദേഹം കൗശികസ ഗോത്രത്തിൽ പെടുന്നു. ശ്രീധര അവധാനുലുവിൻ്റെ സഹോദരി രാജമാംബയെ ബാപ്പന്ന അവധാനുലുവിന് വിവാഹം കഴിച്ചു കൊടുത്തു. 2 അവധാനുലുമാരും വിദ്യാസമ്പന്നരായ പണ്ഡിതന്മാരായിരുന്നു. 2 പേരും സ്വർണ്ണ ഗണപതിയുടെ മഹായജ്ഞത്തിനായി ഗോദാവരി പ്രദേശത്തുള്ള ഐനവില്ലി ഗ്രാമത്തിലേക്ക് പോയി. ശാസ്ത്രപ്രകാരം അവസാനത്തെ ഹോമം ഗണപതി തൻ്റെ തുമ്പിക്കൈ കൊണ്ട് സ്വീകരിക്കുകയും പ്രകാശിക്കുന്ന സ്വർണ്ണവർണ്ണമുള്ള തൻ്റെ രൂപം പ്രദർശിപ്പിക്കുകയും ചെയ്യണമെന്ന് ചില പണ്ഡിതന്മാർ വാദിച്ചു. എല്ലാ നടപടിക്രമങ്ങളും ശാസ്ത്രവിധിപ്രകാരം കൃത്യമായി നടത്തുമെന്നും ശ്രീ മഹാഗണപതിയെ കൺമുൻപിൽ പ്രത്യക്ഷപ്പെടുത്തുമെന്നും മഹായജ്ഞത്തിൻ്റെ നിർവാഹകരായ 2 മഹാപണ്ഡിതന്മാരും പ്രതിജ്ഞ ചെയ്തു. യജ്ഞാന്ത്യത്തിൽ സ്വർണ്ണ നിറമുള്ള ഗണപതി ദർശനം നൽകുകയും അവസാനത്തെ ഹോമം തുമ്പിക്കൈ കൊണ്ട് സ്വീകരിക്കുകയും ചെയ്തു. താമസം കൂടാതെ ഒരു ഗണേശ ചതുർത്ഥി ദിവസം എല്ലാ ശക്തികളോടും വൈശിഷ്ട്യങ്ങളോടും കൂടി താൻ അവതരിക്കുമെന്ന് ഗണപതി പ്രഖ്യാപിച്ചു. അവിടെ സമ്മേളിച്ചവരെല്ലാം വിസ്മയിച്ചു. കൂട്ടത്തിൽ 3 നിരീശ്വരവാദികളുണ്ടായിരുന്നു. അവർ ഒരു വിവാദമുണ്ടാക്കി. അവസാനത്തെ യജ്ഞത്തിൽ ഗണപതി വന്നിട്ടില്ലെന്നും അവിടെ കണ്ടതെല്ലാം ഇന്ദ്രജാലവും മഹേന്ദ്രജാലവും ആയിരുന്നു എന്നും ഗണപതി മാത്രം ഉണ്ടായിരുന്നില്ല എന്നും അവർ പറഞ്ഞു. ഗണപതി വന്നു എന്നത് സത്യമാണെങ്കിൽ ഒരിക്കൽ കൂടി ഗണപതി അതിന് തെളിവ് തരണമെന്നും അവർ വാദിച്ചു. കാണീപുര വിനായകൻ്റെ മഹിമ. അപ്പോൾ ഹോമകുണ്ഡത്തിലെ ഭസ്മം ഒരു മനുഷ്യരൂപം എടുത്തു. പിന്നീട് അത് മഹാഗണപതിയായി. മഹാഗണപതി രൂപം പറഞ്ഞു, വിഡ്ഢികൾ! ശിവൻ ത്രിപുരാസുരനെ കൊല്ലുന്നതിനു മുമ്പും വിഷ്ണുമൂർത്തി ബലിചക്രവർത്തിയെ കീഴടക്കുന്നതിനു മുമ്പും വിഷ്ണുമൂർത്തി രാവണൻ ശിവൻ്റെ ആത്മലിംഗത്തെ എടുക്കുന്നതിനെ തടയുന്ന സമയത്തും പാർവതീദേവി മഹിഷാസുരനെ കൊല്ലുന്ന സമയത്തും ആദിശേഷൻ ഭൂമിയുടെ ഭാരം വഹിക്കുന്നതിനു മുമ്പും സിദ്ധന്മാർ എല്ലാ ഗൂഢശക്തികളും നേടുവാൻ വേണ്ടിയും കാമദേവൻ ലോകത്തെ കീഴടക്കുവാൻ വേണ്ടിയും അതുപോലെ സ്വർഗവാസികൾ അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുവാൻ വേണ്ടിയും എന്നെ വന്ദിച്ചിരുന്നു. ഞാൻ എല്ലാ ശക്തികളുടെയും കലവറയാണ്. ഞാൻ സർവശക്തനാണ്. ദൈവിക ശക്തികളും പൈശാചിക ശക്തികളും എന്നിലുണ്ട്. ഞാൻ എല്ലാ വിഘ്നങ്ങളും ഉണ്ടാക്കുന്നു. എല്ലാ വിഘ്നങ്ങളെയും നീക്കുന്നതും ഞാനാണ്. ദത്താത്രേയൻ ആരാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അദ്ദേഹം യഥാർത്ഥത്തിൽ ഹരിയുടെയും ഹരൻ്റെയും പുത്രനാണ്. ബ്രഹ്മാവും രുദ്രനും വിഷ്ണുവിൽ ലയിച്ച രൂപമാണ് ദത്താത്രേയൻ. ഗണപതിയും ഷൺമുഖനും ധർമ്മശാസ്താരൂപത്തിൽ ലയിച്ചതുമാണ് ദത്തരൂപം. ദത്തൻ എപ്പോഴും ത്രിമൂർത്തികളുടെ മൂർത്തരൂപമാണെന്ന് അറിയുക. മഹാഗണപതി ശ്രീപാദ ശ്രീവല്ലഭനിൽ ഉണ്ടെന്നതിൻ്റെ സൂചനയായി അദ്ദേഹത്തിൻ്റെ അവതാരം ഒരു ഗണേശ ചതുർത്ഥി ദിവസമായിരിക്കും സംഭവിക്കുക. സുബ്രഹ്മണ്യൻ്റെ സ്വഭാവവിശേഷം അദ്ദേഹത്തെ ഒരു ജ്ഞാനിയായ അവതാരമാക്കുന്നു. ധർമ്മശാസ്താവിൻ്റെ ഭാവം അദ്ദേഹത്തെ ധാർമ്മിക പ്രവർത്തനങ്ങളുടെയും ആചാരങ്ങളുടെയും ഉത്ഭവസ്ഥാനവും ആരംഭവുമാക്കുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത അവതാരം മാതാപിതാക്കൾ തമ്മിലുള്ള സംഗമത്തിൻ്റെ ഫലമല്ല, ഉജ്ജ്വലിക്കുന്ന ഒരു പ്രകാശം മനുഷ്യരൂപം എടുക്കുന്നതാണ്. ഞാൻ നിങ്ങളെ ശപിക്കുന്നു. സത്യത്തിൻ്റെ മൂർത്തീകരണത്തെ നേരിൽ കണ്ണുകൊണ്ട് കണ്ടിട്ടും നിങ്ങളിൽ ഒരാൾ കള്ളം പറഞ്ഞു. അയാൾ അന്ധനായി ജനിക്കും. മറ്റൊരാൾ സത്യത്തിൻ്റെ മൂർത്തീകരണത്തെ സ്തുതിച്ചില്ലെന്നു മാത്രമല്ല അധിക്ഷേപിച്ചു. അയാൾ ഊമയായി ജനിക്കും. മൂന്നാമൻ അത്രയധികം ഭക്തന്മാർ പറഞ്ഞ സത്യത്തിന് ചെവി കൊടുത്തില്ല. അയാൾ ബധിരനായി ജനിക്കും. നിങ്ങൾ സഹോദരന്മാരായി ജനിക്കും. എൻ്റെ സ്വയംഭൂവായ രൂപത്തെ ദർശിക്കുന്നതോടെ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മോചിതരാകും. എൻ്റെ മകനെ, ഈ 3 പേർ കാണിപുരത്ത് സഹോദരന്മാരായി ജനിച്ചു. ത്രിമൂർത്തികളെയോ ത്രിമൂർത്തികളുടെ മൂർത്തീകരണമായ ദത്തനെയോ അധിക്ഷേപിച്ചാൽ എണ്ണമറ്റ അത്യാഹിതങ്ങൾ ഉണ്ടാകും. ഈ സഹോദരന്മാർ ഒരു കാണി, ഏകദേശം 1 ഏക്കർ ഭൂമിയെടുത്ത് കൃഷി തുടങ്ങി. അതിലൊരു കിണറുണ്ടായിരുന്നു. ഒരു നാടൻ ഉപകരണം കൊണ്ട് അവർ അതിൽ നിന്ന് കൃഷിക്ക് വെള്ളം എടുത്തിരുന്നു. ഒരു കൊല്ലം വലിയ വരൾച്ചയുണ്ടായി. ഭൂമിയിലെ ജലവിധാനം താണു. വെള്ളം മുഴുവൻ വറ്റിത്തീർന്നപ്പോൾ അവർ ഒരു മൺകോരി കൊണ്ട് മണ്ണ് നീക്കുവാൻ ശ്രമിച്ചു. മൺകോരി ഒരു പാറമേൽ തട്ടി പാറയിൽ നിന്ന് രക്തമൊഴുകുവാൻ തുടങ്ങി.
ആ രക്തത്തെ തൊട്ടതോടെ ഊമയ്ക്ക് സംസാരശേഷി തിരികെ കിട്ടി. കിണറ്റിൽ വെള്ളം ഉയർന്നുകൊണ്ടിരുന്നു. ആ വെള്ളത്തെ തൊട്ടതോടെ കേൾവിയില്ലാത്ത ആൾക്ക് കേൾവിയില്ലായ്മ മാറി. അന്ധനായ മൂന്നാമൻ വെള്ളത്തിലെ പാറയെ തൊട്ടപ്പോൾ അയാൾക്ക് കാഴ്ച കിട്ടി. ആ പാറ സ്വയംഭൂ ആയ വിനായക വിഗ്രഹമാണ്. മൺകോരി വിഗ്രഹത്തിൻ്റെ തലയിൽ തട്ടിയപ്പോൾ രക്തമൊഴുകാൻ തുടങ്ങി. ആ വരസിദ്ധി വിനായകനെ പ്രതിഷ്ഠിക്കുവാനായി സത്യർഷി ബാപ്പന്നാവധാനുലുവും ഭാര്യാ സഹോദരൻ ശ്രീധരാവധാനുലുവും ആ ഗ്രാമത്തിലേക്ക് വന്നു. വരസിദ്ധി വിനായകൻ അവരോട് പറഞ്ഞു, ഞാൻ മഹാഭൂമിയിൽ നിന്നാണ് ഈ ലോകത്തിലേക്ക് വന്നത്. മണ്ണുകൊണ്ടുള്ള പ്രകൃതത്തിലാണ് ഞാൻ അവതരിച്ചത്. കാലക്രമത്തിൽ പ്രകൃതിക്ക് പല മാറ്റങ്ങളും സംഭവിക്കുന്നു. ജലതത്വത്തിലും അഗ്നിതത്വത്തിലും വായുതത്വത്തിലും ആകാശതത്വത്തിലും എൻ്റെ അവതാരം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഐനവിലിയിൽ നടത്തിയ യജ്ഞത്തിൽ ഹോമകുണ്ഡത്തിലെ ഭസ്മം ഈ രൂപം എടുക്കുകയുണ്ടായി. ഭാവിയിൽ ചെയ്യേണ്ടതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുകയാണ്. ശ്രീശൈലത്ത് തേജസ്സിൻ്റെ അളവ് കുറഞ്ഞു വരികയാണ്. സൂര്യൻ്റെ ഉജ്ജ്വലശക്തി ശേഖരിച്ച് അവിടെ നിക്ഷേപിക്കണം. നിങ്ങൾ ശ്രീശൈലത്ത് ശക്തിപാതം ചെയ്യുന്ന അതേ ദിവസം അതേ സമയത്ത് തന്നെ എൻ്റെ അനുഗ്രഹം കൊണ്ട് ഗോകർണത്തും കാശിയിലും ബദ്രിയിലും കേദാരത്തും ശക്തിപാതം നടക്കും. ശ്രീപാദ ശ്രീവല്ലഭൻ്റെ അവതാരത്തിനുള്ള സമയം പാകമായി വരികയാണ്. ശ്രീധര, ഞാൻ നിങ്ങളുടെ കുലനാമം ശ്രീപാദ എന്നാക്കി മാറ്റുകയാണ്. കൗശികസ് ഗോത്രക്കാരായ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ശ്രീപാദ എന്ന കുടുംബപ്പേരിൽ ഉന്നതി പ്രാപിക്കും. അലക്കുകാരനായ തിരുമലദാസു ശങ്കരഭട്ടിനോട് പറഞ്ഞു, എൻ്റെ കുട്ടി ശങ്കര, ബാപ്പന്നാവധാനുലുവും ശ്രീധരാവധാനുലുവും മാല്യാദ്രിപുരത്തു നിന്നും പീഠികാപുരത്തേക്ക് കുടിയേറിപ്പാർത്തു. ശ്രീപാദ ശ്രീവല്ലഭൻ്റെ പല ബാല്യലീലകളും ഞാൻ കണ്ടിട്ടുണ്ട്. അവയെല്ലാം ഞാൻ നാളെ വിസ്തരിച്ചു പറയാം. എൻ്റെ ആദ്യ ഭാര്യയിൽ എനിക്കൊരു മകനുണ്ടായി. അയാളുടെ പേര് രവിദാസു. അയാൾ കുരുവപുരം ഗ്രാമത്തിൽ താമസിക്കുന്നു. അയാൾ ശ്രീപാദന് ആവശ്യമുള്ള സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. ശ്രീപാദൻ്റെ ആജ്ഞയനുസരിച്ച് ഞാൻ എൻ്റെ രണ്ടാമത്തെ ഭാര്യയോടും കുട്ടികളോടും കൂടി കാണീപുരത്ത് താമസിക്കുന്നു. ഞാൻ ഇവിടെ കുടുംബത്തൊഴിൽ ചെയ്ത് ജീവിക്കുന്നു. മഹാന്മാരായ പലരെയും അങ്ങേക്ക് പീഠികാപുരത്ത് കാണാം. വൈശ്യശ്രേഷ്ഠനായ പൈണ്ഠ വെങ്കടപ്പയ്യ ശ്രേഷ്ഠിയെ ചെന്ന് കണ്ടാൽ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും അറിയുവാൻ കഴിയും. ശ്രീപാദൻ അദ്ദേഹത്തിൻ്റെ പേര് കുറച്ച് വ്യത്യാസം വരുത്തി വെങ്കയ്യപ്പ ശ്രേഷ്ഠി എന്നാണ് വിളിക്കുന്നത്. ശ്രേഷ്ഠി ഗാരുവിൻ്റെ കുടുംബത്തിന് ശ്രീപാദൻ്റെ അഭയഹസ്തം കിട്ടിയിട്ടുണ്ട്. വത്സവായി നരസിംഹവർമ്മ ഗാരുവിനെയും കാണൂ. അദ്ദേഹത്തിന് ശ്രീപാദസ്വാമിയുമായി അടുത്ത സൗഹൃദമുണ്ട്. ശ്രീപാദ ശ്രീവല്ലഭനെക്കുറിച്ച് അങ്ങ് എഴുതാൻ പോകുന്ന പുസ്തകത്തെ ശ്രീചരണൻ അനുഗ്രഹിക്കും. അങ്ങ് എഴുതുന്ന പുസ്തകത്തിനൊഴികെ മറ്റൊന്നിനും ശ്രീപാദ ശ്രീവല്ലഭൻ്റെ സമഗ്രമായ ചരിത്രം വർണ്ണിക്കുവാൻ കഴിയുകയില്ല. ഇത് ശ്രീചരണൻ്റെ നിശ്ചയമാണ്. ജയ ജയ ശ്രീപാദ ശ്രീവല്ലഭ. ശ്രീപാദരാജം ശരണം പ്രപദ്യേ.